KPPയുടെ ആത്മഹത്യാ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. കൊല്ലം ജില്ലാ കോടതിയെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി വിനോദ് അനീഷയെ ഭീഷണിപ്പെടുത്തിയെന്ന് കുപ്രചാരണം അനീഷയുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ഇല്ലാത്ത ആരോപണമാണെന്നും ലോയേഴ്സ് യൂണിയൻ. അതേസമയം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ APP വി വിനോദ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. അത് മാത്രമല്ല, മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് മരണമൊഴിയായി കണക്കാക്കാവുന്ന മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മൊഴിയുണ്ട്. ആ മൊഴിയിൽ എവിടെയെങ്കിലും എന്നെ കണ്ടതായിട്ടെങ്കിലുമുള്ള പരാമർശം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അന്വേഷണം ഗൗരവത്തിൽ പോലീസ് നടത്തുകയല്ലേ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കട്ടെ. വളരെ മാന്യമായി സർക്കാർ സേവനം നടത്തുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ സമൂഹത്തിലും അഭിഭാഷക സമൂഹത്തിലുള്ള എൻ്റെ യശസ്സിനെ കളങ്കപ്പെടുന്ന തരത്തിലും എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന കരുതിക്കൂട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു. ആ ഗൂഢാലോചന പങ്കെടുത്തവർ അടക്കം പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ, ഡിഫാമേഷൻ അടക്കമുള്ള മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന അടക്കമുള്ള നിയമ നടപടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ സ്വീകരിക്കും. ശരിയായ ദിശയിലുള്ള പോലീസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുണ്ടറ ജോസ് എന്ന അഭിഭാഷകൻ ഓൺലൈൻ ചാനൽ വഴിയും തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നുണക്കഥയുമായി രംഗത്തെത്തിയതെന്ന് ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചു. ആരോപണത്തിൽ പറയുന്ന സമയത്ത് വി വിനോദ് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലം 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്നു. കോടതി രേഖകൾ തന്നെ ഇതിന് തെളിവ്. ജോസിനെതിരായ കേസുകളിൽ സർക്കാർ ഭാഗത്തുനിന്ന് കോടതിയിൽ ഹാജരായി എന്ന മുൻവിരോധത്തിലാണ് കുണ്ടർ ജോസിന്റെ കെട്ടുകഥയെന്നും ലോയേഴ്സ് യൂണിയൻ കുറ്റപ്പെടുത്തി. ജോലിസ്ഥലത്തെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും ഡയറിയും ഇതിന് തെളിവാണ്. മരണത്തിന് കാരണക്കായ 2 വ്യക്തികളെ കൃത്യമായി പരാമർശിച്ചിട്ടുമുണ്ട്. ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത വി വിനോദിനെ കുണ്ടർ ജോസ് വലിച്ചഴച്ചതെന്നും ലോയേഴ്സ് യൂണിയൻ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊല്ലം.